നമസ്കാരം. റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്നതിൽ റോഡുകൾക്കും വലിയ പങ്കുണ്ട്. നിരവധി പേർക്കാണ് റോഡ് അപകടങ്ങളിലൂടെ ജീവൻ നഷ്ടപ്പെടുന്നത്. 2022 ഇന്ത്യയിൽ 4.6 ലക്ഷത്തിലധികം അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ 1.68 ലക്ഷം പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും 4 ലക്ഷത്തോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. റോഡ് നിയമങ്ങളിൽ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ കൊണ്ടുവരണം. ഒപ്പം തന്നെ ജനങ്ങൾക്ക് റോഡ് സുരക്ഷയെ പറ്റിയുള്ള അവബോധവും ഉണ്ടായിരിക്കണം. അക്കാര്യത്തിൽ ഗൾഫ് രാജ്യങ്ങൾ ഏറെ മുന്നിലാണെന്ന് തന്നെ പറയാം. UAE-യിൽ ഈ കഴിഞ്ഞ മാർച്ച് മുതൽ പുതിയ ട്രാഫിക് നിയമം നിലവിൽ വന്നു കഴിഞ്ഞു. ഇപ്പോൾ കുവൈറ്റും അതേ പാതയിലാണ്. കുവൈറ്റിൽ പുതിയ ട്രാഫിക് നിയമ ഭേദഗതി പ്രാബല്യത്തിൽ വന്നു. 1976 ഡിഗ്രി നമ്പർ 67 ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്തുകൊണ്ടാണ് 2025 ഡിഗ്രി നിയമം നിലവിൽ വന്നത്. പുതിയ ട്രാഫിക് നിയമം നിലവിൽ വരുന്നതിന് മുന്നോടിയായി തന്നെ പ്രവർത്തനക്ഷമമായ പുതിയ ക്യാമറകൾക്ക് പുറമെ എല്ലാത്തരം ട്രാഫിക് നിയമലംഘനങ്ങളും, പ്രത്യേകിച്ച് സീറ്റ് ബെൽറ്റ് ധരിക്കാത്തതും ഡ്രൈവ് ചെയ്യുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതും പോലുള്ള നിയമലംഘനങ്ങൾ കണ്ടെത്താനും രാജ്യത്തെ വിവിധ പ്രദേശങ്ങളിലെ റോഡുകളിൽ ട്രാഫിക് സാഹചര്യങ്ങൾ നിയന്ത്രിക്കാനുമൊക്കെയായിട്ട് 1109 നിരീക്ഷണ ക്യാമറകളാണ് സ്ഥാപിച്ചു കഴിഞ്ഞത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, സൂക്ഷിച്ചില്ലെങ്കിൽ ഇനി പിടിവീഴും. പുതിയ ട്രാഫിക് നിയമ ഭേദഗതികളെ കുറിച്ച് പ്രവാസികൾക്കിടയിലും അവബോധം വളർത്താനായിട്ട് ഹിന്ദി ഉൾപ്പെടെ 6 വിദേശ ഭാഷകളിലാണ് മന്ത്രാലയം ലഘുലേഖകൾ പ്രസിദ്ധീകരിച്ചത്. പുതിയ നിയമത്തിൽ ട്രാഫിക് പിഴകൾ വർദ്ധിപ്പിക്കുന്നതിന്റെ പ്രധാന ലക്ഷ്യം ജനങ്ങളിൽ നിന്ന് പണം പിഴിയുകയല്ല, മറിച്ച് ജീവൻ സംരക്ഷിക്കാനായിട്ടാണെന്നാണ് അധികൃതർ പറയുന്നത്. പുതിയ നിയമത്തിലെ ഏറ്റവും ചെറിയ പിഴ നിരോധിത സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്യുന്നതിനാണ്. അതായത് നിരോധിത സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്താൽ 15 ദിനാർ നൽകണം. ഇനി മദ്യപിച്ചോ അല്ലെങ്കിൽ മയക്കുമരുന്നോ ഒക്കെ ഉപയോഗിച്ച് വാഹനം ഓടിക്കുമ്പോൾ ഗുരുതരമായ പരിക്കോ മരണവും ഒക്കെ ഉണ്ടാക്കിയാൽ ഏറ്റവും വലിയ പിഴ 5000 കുവൈറ്റ് ദിനാർ നൽകണം. ഡ്രൈവിംഗിനിടെ മൊബൈൽ ഉപയോഗിച്ചാൽ 75 കുവൈറ്റ് ദിനാർ ആയിരിക്കും പിഴ. സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കാത്തതിന്റെ പിഴ 10 നിന്ന് 30 കുവൈറ്റ് ദിനാറായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അശ്രദ്ധമായി വാഹനം ഓടിക്കുന്നതിനുള്ള പിഴയും 3 ഇരട്ടിയാക്കിയിട്ടുണ്ട്. റോഡിൽ റെഡ് ലൈറ്റ് മറികടക്കുന്നതിനും റേസിംഗിനുമുള്ള പിഴയും വർദ്ധിപ്പിച്ചു കഴിഞ്ഞു. പൗരന്മാരും താമസക്കാരും ട്രാഫിക് നിയമങ്ങൾ പാലിക്കണമെന്നും അശ്രദ്ധമായ ഡ്രൈവിംഗ് ഒഴിവാക്കണമെന്നും മന്ത്രാലയം പറയുന്നുണ്ട്. അമിത വേഗത കാരണം ആരെങ്കിലും മരിക്കുകയാണെങ്കിൽ അത് ആത്മഹത്യയായി കണക്കാക്കപ്പെടുമെന്നാണ് സൂചിപ്പിക്കുന്നത്. നിരപരാധികളുടെ ജീവൻ നഷ്ടപ്പെടുത്തുന്നതിനും സ്വത്തും ജീവനും നശിപ്പിക്കുന്നതിനും സ്ഥിരമായ വൈകല്യമുള്ള ആളുകളുടെ കൂട്ടായ്മയായ സമൂഹം മാറുന്നതിനും കാരണമാകുന്ന അശ്രദ്ധമായ ഡ്രൈവിംഗും റോഡുകളിലെ അമിത വേഗതയും ഉപേക്ഷിക്കാനാണ് ഭരണകൂടം ആവർത്തിച്ച് പറയുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.